ഹലോ, അസ്സാം വലൈക്കും. ഹലോ, എത്തി മൗലവി അല്ലേ? ഞാൻ കായംകുളത്താണ് സംസാരിക്കുന്നത്. അപ്പൊ ഇന്നലെ സക്കറിയ ചിലയുടെ പ്രസംഗം ഉണ്ടായിരുന്നു ഇവിടെ കായംകുളത്ത്. ഞങ്ങള് ആദ്യകാല പ്രവർത്തകരൊക്കെ നമ്മുടെ ഇന്നലെ ഇദ്ദേഹം വന്നിട്ട് പിന്നെയും ജർമ്മനിയിൽ നിന്ന് മരുന്ന് എടുത്തുകൊണ്ട് വരുന്ന കാര്യവും അതുപോലെ ജിന്നിനടുത്തും മലക്കിനടുത്തും സഹായം തേടുന്ന കാര്യവും അതൊക്കെ പറഞ്ഞ് പിന്നെയും ഇവിടെ ഒരു കൺഫ്യൂഷൻ ആയിരിക്കുകയാണ്. ഇദ്ദേഹത്തിന് പിന്നെയും ജമിയത്തുൽ ചർച്ച ചെയ്തിട്ടൊരു തീരുമാനമായില്ലേ ഇദ്ദേഹത്തിന്റെ ഇത് കിട്ടിയിട്ടും? അല്ല, ആദ്യം കാര്യങ്ങളൊന്നും അറിയില്ല എന്നാണ് നമ്മളോട് പറഞ്ഞിരുന്നത്. അല്ല, ഇവിടെ ഇന്നലെ വളരെ ഇതായിട്ട് വളരെ മോശമായിട്ട് രീതിയിലും ആ സംസാര രീതി തന്നെ ഇപ്പൊ ഹജ്ജൊക്കെ കഴിഞ്ഞ് വന്നിട്ടും ഭയങ്കര ഇതായിട്ടായിരുന്നു പറഞ്ഞത്. കായംകുളത്തുനിന്നോ? കായംകുളത്ത് ഇന്നലെ സംഘടിപ്പിച്ചിരിക്കുന്ന സംഘടിപ്പിച്ചിരിക്കുന്നൊക്കെ ISMന്റെ ഇവര് തന്നെ സംഘടിപ്പിച്ചിരിക്കുകയാണ്. പക്ഷെ ഞങ്ങളെ പോലെ കുറച്ച് ഇത് അബ്ദുറഹ്മാൻ സലഫിയുടെ CD കണ്ട് നമ്മൾ അൽഹംദുലില്ലാഹ് കുറെ നല്ല ഇതൊക്കെ ആക്കി കൊണ്ടുവരുമായിരുന്നു. പക്ഷെ അതിന്റെ ഒരുപാട് കോപ്പിയൊക്കെ എടുത്ത് കൊടുത്ത് കുറച്ച് ഇതൊക്കെയാണ്. പക്ഷെ ഇദ്ദേഹത്തിന്റെ അടുത്ത് ചോദ്യങ്ങളൊക്കെ ആരണ്ടൊക്കെ ചോദിച്ചപ്പോഴേ ഈ ജർമ്മനിയിൽ നിന്ന് ഇതെടുത്തുകൊണ്ട് കൊടുക്കാം അതിനകത്തൊക്കെ ഉറച്ചു നിൽക്കുന്ന രീതിയിൽ അദ്ദേഹം മറുപടി പറഞ്ഞത്. അതുപോലെ ഈ ജിന്നിന്റെ അടുത്തും മലക്കിന്റെ അടുത്തും സഹായം തേടുന്ന കാര്യമൊക്കെ അവർ ചോദിച്ചപ്പോഴ് അതെല്ലാം സഹായം തേടാം, അതിനകത്ത് ഒരു പ്രശ്നമില്ലെന്നുള്ള രീതിയിൽ അയാള് മറുപടി പറഞ്ഞത്. അപ്പൊ ഇദ്ദേഹത്തെ എന്തൊരു കഷ്ടമാണ്. കാരണം ഇനിയും ഒരുപാട് പരിപാടി ഉണ്ടെന്നാ തോന്നുന്നത്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമല്ലോ ഈ വിഷയത്തില്? നമ്മള് അവനോട് യോജിക്കണില്ല എന്നുള്ള നമ്മളേറ്റൊക്കെ ഒരു മാനസികമായി ചകൽച്ചലാണ്. ആളുകള് ഇപ്പൊ ശ്രമിക്കേ വെയ്യുള്ളൂ. അയാളെ അങ്ങനെ വിളിക്കാതിരിക്കൽ മാത്രമേ ഇപ്പൊ ഒരു മാർഗം കാണുള്ളൂ. പക്ഷെ കുറെ ആൾക്കാർക്ക് ഇദ്ദേഹത്തിന്റെ ഈ വളരെ തരം താണ രീതിയിലുള്ള വർത്താനമൊക്കെ ഇഷ്ടമാണെന്ന് തോന്നുന്നു. പക്ഷെ പൊതുസമൂഹത്തിന് അത് ഇഷ്ടമാകത്തില്ലല്ലോ. അതെ, അങ്ങനത്തെ ആളുകളെ യോഗത്തിൽ പ്രസംഗിക്കാൻ ക്ഷണിക്കാതിരിക്കലല്ലാതെ എന്താ മാർഗം? അത് നമുക്ക് സംഘടനാപരമായിട്ട് ഇദ്ദേഹത്തെ ക്ഷണിക്കുക എന്നുള്ള രീതിയിൽ ഒന്നും കൊടുക്കാൻ പറ്റില്ല മോലെ. പറയുമ്പോ അയാൾക്ക് കൂടുതൽ മാർക്കറ്റിംഗ് കിട്ടുകയ്യ. എന്തൊരു കഷ്ടമാണ്. നമ്മളിങ്ങനെ അവനിതിനെ സംബന്ധിച്ച് പറഞ്ഞിട്ടല്ല, ഞാൻ അങ്ങനെ പറയില്ല, പിന്നെ ഇതൊരു പ്രസംഗത്തിൽ ഞാനിത് പറയില്ല എന്നൊക്കെയാണ് നമ്മളോട് പറയല്. ഇല്ലില്ല, ഇത് ജിന്ന് മനുഷ്യരൂപത്തിൽ വരും. അതുപോലെ ജിന്നിന്റെ അടുത്തും മലക്കിന്റെ അടുത്തും സഹായം തേടുന്ന കാര്യങ്ങള് അത് വേണ്ട വിധത്തിൽ സഹായം തേടാം. അവര് അതുപോലെ മറ്റു കാര്യങ്ങളൊക്കെ അതിനുള്ള എത്തിക്കും. അവരെ ആരാധിച്ചാൽ ഉത്തരം കിട്ടുന്ന കാര്യവും ഈ സംഭവങ്ങളെല്ലാം പറഞ്ഞു അദ്ദേഹം. അല്ല, നമുക്ക് സംഘടനാപരമായിട്ട് ഇതിനകത്ത് അൽമനാറിൽ വല്ലതൊന്നും ഇതിനെ കുറിച്ച് ഒരു ഇത് കൊടുക്കാൻ പറ്റില്ലേ മോലെ? ഇതിനൊന്നും സംഘടന KNM ഇതിനകത്തൊന്നും ഒരു ഇതില്ല എന്നുള്ളത് കാണിക്കാൻ പറ്റില്ലേ? കേട്ടോ, ഈ സംഘടന എന്ന് പറയുന്നതിൽ ഈ ജാതി ആൾക്കാരുണ്ടാവും. അപ്പം സംഘടന എന്ന് പറഞ്ഞിട്ട് സംഘടനയിൽ ഇവരൊക്കെണ്ടല്ലോ. പക്ഷെ അതല്ല, ഈ അധികം പ്രവർത്തകരും ഈ ഒരു രീതിയിലേക്ക് അങ്ങ് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇക്കാര്യത്തിലൊക്കെ നമ്മൾ സംസാരിച്ചു കഴിഞ്ഞാൽ പോലും അവരൊക്കെ ഇതിനപ്പുറം വാദിക്കുന്ന ഒരു അവസ്ഥയിലേക്ക്, സക്കറിയതിനേക്കാൾ വാദിക്കുന്ന അവസ്ഥയിലേക്ക് എത്തുകയാണ് ഇപ്പോഴും സാധാരണ പ്രവർത്തകർ, യുവാക്കള്. ഇതൊരു മോശം ഇതിലേക്കല്ലേ നമ്മൾ പോകുന്നത്? നിങ്ങൾ ഒരു കാര്യം ചെയ്യും, നമ്മള് പിന്നെ ഇങ്ങനെയൊക്കെ ഇയാൾ പറഞ്ഞു, അത് പിന്നെ ഒരു കേന്ദ്രം അതിന് തടയിടേണ്ടതാണ് എന്ന് പറഞ്ഞിട്ട് ജമിയത്തുൽ ഉലമക്ക് ഒരു കത്തേക്ക്. തങ്ങൾക്ക് ജമിയത്തുൽ ഉലമ പ്രസിഡന്റ് ആയിക്കോട്ടെ, ശരി. ജമിയത്തുൽ ഉലമ അത് തടയിടണം എന്ന് പറഞ്ഞിട്ട് തങ്ങൾക്ക് ഒരു കത്തേക്ക്. ഈ അബ്ദുറഹ്മാൻ സലഫി ഇതായിട്ട് സംസാരിച്ചിട്ട് ഒരു മാറ്റവും ഇല്ലല്ലേ മോലെ? അന്നേരം അബ്ദുറഹ്മാൻ സലഫിയുമായിട്ട് അയാൾ പിന്നെ ഈ അബ്ദുറഹ്മാൻ സലഫിനോട് മാനസികമായിട്ട് ഒരു അകലിച്ചേരാ. ശരി. അബ്ദുറഹ്മാൻ സലഫി അങ്ങനെ പറഞ്ഞു ഇടയ്ക്ക് അല്ല, ഇവര് തമ്മില് ഇദ്ദേഹം ഇതിനകത്ത് ജമിയത്തുൽ ഉലമയിലൊക്കെ അബ്ദുറഹ്മാൻ സലഫി ഈ വിഷയമൊക്കെ പറഞ്ഞതിന് ശേഷം ഇദ്ദേഹം ഒരു മറുപടി കത്ത് അയച്ചായിരുന്നല്ലോ. ആ കത്ത് ഇവിടെ വ്യാപകമായിട്ട് അങ്ങ് പ്രചരിച്ചിപ്പോഴും.
അതിനകത്ത് ഇദ്ദേഹം ഈ ഹിഫ്ലുർ റഹ്മാൻ എന്ന് പറയുന്ന ഒരു കക്ഷിയെടുത്ത് പോകുന്ന കാര്യവും ഇദ്ദേഹം അവിടെ അയക്കാറുണ്ടായിരുന്നുള്ള കാര്യമൊക്കെ പറഞ്ഞാൽ അതും ഇപ്പം ജനങ്ങളൊരു ഇതായിട്ട് പിടിച്ചിരിക്കുക. കാരണം ഇദ്ദേഹം ഇത് ഇയാള് പരസ്യമായിട്ടുള്ള പ്രസംഗത്തിൽ പറഞ്ഞതാണോ അതോ കുറച്ച് ആൾക്കാരെ? അല്ലല്ല, പള്ളിയിൽ ക്ലാസ് ഉണ്ടായിരുന്നു. പള്ളിയിൽ കണ്ട ഒരു അസറിന് ശേഷമുള്ള ക്ലാസ്സും ഉണ്ടായിരുന്നു. അദ്ദേഹം അതിരാവിലെ ഇവിടെ എത്തി, രാവിലെ മുതൽ ഇവിടെയൊക്കെ അതിന്റെ മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് ഇവിടെ ഉണ്ടായിരുന്നു. ഹലോ, നല്ല ആളും ഉണ്ടായിരുന്നു. ഒരു 150-200 ആളും ഉണ്ടായിരുന്നു ഇവിടെ. ഇതെല്ലാം കൂടെ വരുമ്പോഴേ ഒരു വലിയ പ്രശ്നമാണ് പൊതുസമൂഹത്തിൽ. ഇൻഷാ അല്ലാ. ശരി എന്നാ. അസ്സലാമു അലൈക്കും.